ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം. 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഒറ്റുനോക്കാൻ പോയ ജനം വന്ന് ആ ദേശം കൈവശമാക്കുക പ്രയാസമാണെന്ന് ഭൂരിപക്ഷം ആളുകൾ പറയുന്നു. 12 പേരിൽ 10 പേരും അങ്ങനെ പറഞ്ഞപ്പോൾ യോശുവയും കാലേബും ആ ദേശം നമുക്ക് കീഴടക്കാൻ പറ്റും, പാലും തേനും ഒഴുകുന്നതായ ദേശമാണ്, യഹോവ നമ്മുടെ കൂടെ ഉണ്ട്, സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ജനം അത് കേൾക്കുന്നില്ല. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ജനം മോശയ്ക്കും അഹ്റോനും എതിരെ ശക്തമായിട്ട് പിറുപിറുക്കുകയാണ്. ഇതിലും ഭേദം ഞങ്ങൾക്ക് ഈജിപ്റ്റായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഈജിപ്റ്റിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ഒരു ആശയത്തിലേക്ക് അവർ വരുന്നു. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, മറ്റൊരു തലവനെ തിരഞ്ഞെടുത്ത് അവൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഈജിപ്റ്റിലേക്ക് തിരിച്ചു പോകാമെന്ന് ജനം ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ അവർ ആലോചിക്കുന്ന സമയത്ത് യോശുവയും കാലേബും തങ്ങളുടെ വസ്ത്രം കീറി അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ സ്ഥലം കീഴടക്കുവാൻ പ്രയാസമല്ല കനാൻ, കാരണം യഹോവ നമ്മുടെ കൂടെയുണ്ട്. അതിമനോഹരവും അതിഫലഭൂയിഷ്ഠവുമായ സ്ഥലമാണ്, നമ്മുടെ പിതാക്കന്മാരോട് നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ്, ആ ദേശം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും എന്ന് അവർ വന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ അതുകൊണ്ട് ദൈവത്തോട് മത്സരിക്കരുത്. അപ്പോൾ ജനം പറഞ്ഞു, യോശുവയെയും കാലേബിനെയും കല്ലെറിഞ്ഞു കൊല്ലണം. കാരണം ബഹുഭൂരിപക്ഷം അവരുടെ നേതാക്കന്മാരും ആ സ്ഥലം കീഴടക്കുക പ്രയാസമാണെന്ന് പറയുന്നു, അവിടെ മല്ലന്മാരാണെന്ന് പറയുന്നു. അപ്പോൾ ജനം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ യഹോവയായ ദൈവത്തിന് കോപമുണ്ടാവുകയും മഹാമാരി കൊണ്ട് ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം ഒരുങ്ങുകയും ചെയ്യുന്നു. 11 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പോഴാണ് മോശയുടെ വലിയ മധ്യസ്ഥത ഇവിടെ കാണുകയാണ്. യഹോവ ചോദിക്കുന്നു, ഞാൻ ഇത്രയും അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ജനത്തെ അത്ഭുതകരമായി വഴി നടത്തിയിട്ടും ഇവർ വീണ്ടും വീണ്ടും എന്നോട് മത്സരിക്കുകയാണ്. ഇതിനു മുൻപ് 10 പ്രാവശ്യം അവർ എന്നോട് മത്സരിച്ചവരാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വീണ്ടും അവർ എന്നോട് മത്സരിക്കുന്നു. പക്ഷേ മോശയുടെ മഹാവലിയ മധ്യസ്ഥത അവിടെ വന്നു. മോശ ചോദിക്കുന്നു, നീ അങ്ങനെ ഈ ജനത്തെ ഇവിടെ വെച്ച് നശിപ്പിച്ചാൽ ഈജിപ്തുകാർ തന്നെ നിന്നെ പരിഹസിക്കും. നീ അവിടെ അത്ഭുതകരമായി വിടുവിച്ച ജനമാണ്. ഈജിപ്തുകാർ വിശ്വസിക്കുന്നു, ഈ ജനത്തിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ ജനത്തെ മുഴുവൻ നീ കൊന്നുകളയുമ്പോൾ യഹോവയ്ക്ക് ഇവരെ അവിടെ തിരിച്ചെത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ പോലും അവർ പരിഹസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമല്ലോ. അതിന് നീ ഇടയാക്കരുത്, അവരോട് ക്ഷമിക്കണം. കാരണം ദൈവം മഹാകാരുണ്യവാനും അളവറ്റ സ്നേഹവാനുമാണ്. ആ സ്നേഹം ഇവിടെ കാണിക്കണം. അതുകൊണ്ട് അവരെ നീ നശിപ്പിക്കരുത്. ഈജിപ്തുകാരുടെ മുൻപിൽ ഇസ്രായേൽ ജനത്തെയും യഹോവയെയും അവർ പരിഹസിക്കുവാൻ മുഖാന്തരമുണ്ടാക്കരുത് എന്ന് മോശ വളരെ വിനീതമായി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് വസിക്കുന്ന ആ മോശയുടെ മനോഭാവം കാണുക. മോശ ഇവിടെ ആ ജനത്തോട് കോപിക്കേണ്ടവനാണ്. പക്ഷെ അവരുടെ ബലഹീനത മനസ്സിലാക്കുന്നവനായ മോശ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. 20 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. മോശയുടെ മധ്യസ്ഥയെ മാനിച്ച് യഹോവയായ ദൈവം പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇനി ജനത്തെ നശിപ്പിക്കുകയില്ല. എന്നാൽ ഒരു കാര്യം, അവിടെ നിന്ന് ഇറങ്ങിയവരിൽ യോശുവയും കാലേബും ഒഴികെ ആരും ആ കനാലിൽ പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ മക്കൾ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ. കാരണം എന്നോട് മത്സരിച്ചുകൊണ്ട് ഈ ജനം മുഴുവൻ മരുഭൂമിയിൽ വീണുപോകും. കാരണം പിതാക്കന്മാരുടെ അകൃത്യങ്ങളെ 3ഉം 4ഉം തലമുറകൾ ഞാനതിന് പകരം ചോദിക്കുമെന്ന് യഹോവ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജനത്തെ അവിടെ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല.
യോശുവയും കാലേബും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ അവർ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്കവിടെ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് യഹോവ ഇവിടെ അരുളി ചെയ്യുന്നു. മോശയോടാണിത് പറയുന്നതെങ്കിലും മോശയ്ക്ക് പോലും പിന്നെ അവിടെ കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും എന്നിട്ട് യഹോവയായ ദൈവം പറഞ്ഞൊരു കാര്യം കഴിഞ്ഞാൽ അവരോട് ക്ഷമിക്കുന്നു, എന്നാൽ അവരുടെ ശിക്ഷ അനുഭവിക്കണം. ദേശം ഉറ്റുനോക്കാൻ വേണ്ടി പോയത് 40 ദിവസമാണ്. അതിൻ്റെ പ്രായശ്ചിത്തമായി 40 വർഷം ഇനി മരുഭൂമിയിലൂടെ അവർ നടക്കേണ്ടി വരും. 2 വർഷം കൊണ്ട് അവർക്ക് അവിടെ ചെന്ന് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അതിലുവരെ അവർ ചെന്നതാണ്. അവിശ്വാസമാണ് ദൈവം അവരെ പിന്നിലേക്ക് കൊണ്ടുപോകാൻ കാരണമായിട്ട് തീരുന്നത്. നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത്ഭുതകരമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവേണ്ടത്. നമ്മുടെ അവിശ്വാസ മുഖാന്തരം അത് നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ വിശ്വാസം കൂടി ആവശ്യമാണ്. കാരണം ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, കാരണം ആവശ്യമില്ലാത്തവനെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് നസറേത്തിൽ ചെന്നപ്പോൾ തൻ്റെ സ്വന്തക്കാരും ദേശക്കാരും അവനിൽ അവിശ്വസിച്ചുകൊണ്ട് ഏതാനും ചില രോഗികളെ സൗഖ്യമാക്കിയതല്ലാതെ വീരപ്രവൃത്തികളൊന്നും അവിടെ ചെയ്യുവാൻ കർത്താവിന് കഴിഞ്ഞില്ല എന്നാണ്. ദൈവത്തിൻ്റെ കഴിവുകളല്ല അത് കാരണം ആവശ്യമില്ലാത്തവനെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ലല്ലോ അനുഗ്രഹം. അതാണ് അതിന് കാരണമെന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് പിന്നീട് ഉറ്റുനോക്കാൻ പോയ 10 പേരും അവിടെ വെച്ച് മരിച്ചു പോകുകയാണ്. അത് കേട്ടതായ ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞാൽ അവർ 10 പേരും അങ്ങ് മരിച്ചുപോയി. യോശുവയും കാലേബും മാത്രം ജീവിച്ചു. അപ്പോൾ ജനം ഭയപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ കനാനിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ അവരുടെ മരുഭൂമിയിൽ വെച്ച് അവരും നശിച്ചു പോകുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളവിടെ പോകാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ അവരിപ്പോൾ മോശയോട് ഇവിടെ പറയുകയാണ്. അതിനുശേഷം മോശയോട് അനുവാദം ചോദിക്കാതെ അവർ പർവ്വതമുകളിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ മോശയോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ആ പർവ്വതമുകളിലേക്ക് പോകരുത്, അവിടെ ശത്രുക്കളുണ്ട്. യഹോവ ഇപ്പം നിങ്ങളുടെ കൂടെയില്ല, യഹോവ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ഇപ്പോൾ നിങ്ങൾ ആ പർവ്വതം കയറാൻ പോകരുത്. പക്ഷെ അത് കേൾക്കാതെ അവർ പോയി. നമ്മൾ വായിക്കുന്നു, അമാലേക്യരും അതുപോലെ തന്നെ കനാന്യരും അവരെ തോൽക്കുന്നിടം വരെ അവരെ ഓടിച്ചു കളഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തോടു കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ദൈവം ഇല്ലാതെയുള്ള പ്രവർത്തനം ആത്യന്തികമായി പരാജയമാണ്, ദുഃഖകരമാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തോട് മത്സരിക്കാതെ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവിശ്വസിക്കാതെ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.